ചേലക്കരയിൽ ബ്രാൻഡഡ് ഷൂസുകളുടെയും ബാഗുകളുടെയും മായാവിസ്മയ ലോകം. ഓണാഘോഷം പൊടിപൊടിക്കാൻ അന്നയും നിങ്ങളോടൊപ്പം. മെഗാ പ്രൈസ് 3 സ്വർണ്ണ നാണയം. കൂടാതെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, ടിവി, മൊബൈൽ ഫോൺ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ നേടി ഈ പൊന്നോണം കളറാക്കാം. അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ്, കാനറ ബാങ്കിന് എതിർവശം, ചേലക്കര. സംസ്ഥാന ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സദസ്സ് സംഘടിപ്പിച്ച് തരൂർ KKM സ്മാരക ഗ്രന്ഥാലയം. തരൂർ കോമ്പുകുട്ടി മേനോൻ സ്മാരക ഗ്രന്ഥാലയത്തിന്റെയും ആലത്തൂർ സയ്യുക്കായ് കരാട്ടെ സ്കൂളിന്റെയും നേതൃത്വത്തിൽ തരൂർ KP കേശവ് മേനോൻ സ്മാരക ട്രസ്റ്റ് ഹാളിൽ വെച്ച് സംസ്ഥാന ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായ കരാട്ടെ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച അനുമോദന സദസ്സ് ഗ്രന്ഥശാല പ്രസിഡന്റ് KG രാജേഷ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കരാട്ടയിൽ ഡോക്ടറേറ്റ് നേടിയ മുഖ്യാതിഥി ഷിഹാൻ K സുമേഷ് കരാട്ടയുമായി ബന്ധപ്പെട്ട വിശദമായി സംസാരിച്ചു. കരാട്ടെ ഇന്ത്യൻ ഓർഗനൈസേഷനും കേരള കരാട്ടെ അസോസിയേഷനും ചേർന്ന് തിരുവനന്തപുരത്ത് നടത്തിയ രാജ്യാന്തര റഫറി സെമിനാറിൽ അക്രഡിറ്റേഷൻ കോച്ച് ലൈസൻസ് ലഭിച്ച സെൻസി K വിനോദ് നവംബർ 7 മുതൽ 10 തീയതി വരെ തിരുവനന്തപുരം വെള്ളയമ്പലത്ത് വെച്ച് നടത്തിയ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ ശ്രേയ ബാബു എന്നിവരെ ഗ്രന്ഥശാല ആദരിച്ചു. കരാട്ടെ ഇന്ത്യൻ ഓർഗനൈസേഷന്റെയും കരാട്ടെ കേരള അസോസിയേഷന്റെയും നേതൃത്വത്തിൽ ഒക്ടോബർ 5 തീയതി വടക്കഞ്ചേരിയിൽ വെച്ച് നടത്തിയ പാലക്കാട് ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായ സെൻസി K വിനോദിന്റെ ശിക്ഷണത്തിലുള്ള 23-ലധികം വിദ്യാർത്ഥികളെയും സയ്യുക്കായ് കരാട്ടെ സ്കൂൾ മൊമെന്റോ നൽകി അനുമോദിച്ചു. സെൻസി K വിനോദ്, ഗ്രന്ഥശാല സെക്രട്ടറി A സഹദേവൻ, ശ്രേയ ബാബു എന്നിവർ സംസാരിച്ചു. രണ്ടാം ക്ലാസ്സിലെ ടീച്ചർ, ഒന്നാം ക്ലാസ്സിലെ ടീച്ചർക്ക് പിന്നെ ആരെയും പറയാനില്ല. പിന്നെ അവർ വേറെ ആരെയും പറയുക, അച്ഛനും അമ്മയും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇത് പഠിക്കാത്തത് എന്നുള്ളൊരു വിഷയമായിട്ട് പറയുന്നത്. അതൊരു ഘടകം തന്നെയാണ്. എനിക്കത് നമ്മൾ പറയുന്നില്ല. നമ്മളെപ്പോഴും പറയും, ഇപ്പോൾ സ്കൂൾ എന്ന് പറയുന്നത് ഒരു 3 ടയർ സംവിധാനം, ഒരു ഓട്ടോറിക്ഷമായിട്ട്. അതിൽ ടീച്ചറുണ്ട്, കുട്ടിയുണ്ട്, രക്ഷിതാവുണ്ട്. ഈ 3 പേരും ഒരേ മാതിരി മുന്നോട്ട് പോയാലേ ഈ വാഹനത്തിന് അല്ലെങ്കിൽ ഇതിന് അതിന്റെ വേഗതയും അതിന്റെ കാര്യപ്രാപ്തിയും അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യത്തിൽ. CC ന്യൂസ്, തിരുവില്ലാമല.